തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. ഇനി ലോകം മുഴുവൻ കാത്തിരിക്കുന്ന വർണ്ണാഭമായ ഏറ്റവും മനോഹരമായ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ വളരെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം ആ തൃശ്ശൂരിന്റെ ആ പൂരനഗരിയിൽ എത്രത്തോളം വലിയൊരു ജനസാഗരമാണ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് വെടിക്കെട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായ കാഴ്ച. നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ ആ ക്ഷേത്ര നട തുറന്ന് ഗജവീരന്മാർ പുറത്തേക്ക് വരുന്ന ആ കാഴ്ച അത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത അത്രയും മനോഹരമായ കാഴ്ചകളാണ് എന്തായാലും പൂരനഗരിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാനിൽ നിറങ്ങൾ വിരിയാൻ ഇത്തവണ എന്തൊക്കെ സർപ്രൈസുകളായിരിക്കും ആ കുടകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട് മെസ്സിയുടെയൊക്കെ കുട ഉയർന്നത്. എന്തായാലും ഇത്തവണ എന്തായിരിക്കും ആ സർപ്രൈസ് എലമെന്റ്, അങ്ങനെ ഒരു ആകാംക്ഷ കൂടിയുണ്ട് ഇത്തവണത്തെ കുടമാറ്റത്തിന്. എന്തായാലും 15 ആനകൾ മുഖാമുഖം എത്തുകയാണ്. ഇനി ആ വർണ്ണാഭമായ കുടമാറ്റത്തിന്റെ നിറക്കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കൂ, എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് പൂരനഗരിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗജവീരന്മാർ ആ കുടമാറ്റം കാണാൻ വേണ്ടി അതിൽ ഒരു നിമിഷം പോലും കണ്ണിമ ചിമ്മാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. പൂരം നേരിട്ട് കാണാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കവി പാടിയത് ആയിരങ്ങൾ പതിനായിരങ്ങൾ എന്നാണെങ്കിൽ ഇപ്പോൾ 10 ലക്ഷത്തോളം ആളുകളൊക്കെയാണ് തൃശ്ശൂരിൽ പൂരം കാണാൻ വേണ്ടി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂരനഗരിയിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട് മധു. ഇത്തവണ എന്തൊക്കെ സർപ്രൈസ് ആയിരിക്കും ആ കുടകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. മധുവാട്ടനുണ്ട്. കുടമാറ്റം കാണാൻ കാത്തിരുന്നു പുരുഷാരം, കൗതുകമേറെ കണ്ണിലും വിണ്ണിലും മണ്ണിലും ഒളിപ്പിച്ചു. ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആര്യ. ഇവിടെ സത്യത്തിൽ ഞങ്ങൾ ഇതെങ്ങനെ എത്ര സമയം നമുക്കിങ്ങനെ കാത്തിരിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം തിരുവമ്പാടി വിഭാഗം നിരന്നു കഴിഞ്ഞു, പാറമേക്കാവ് വിഭാഗം അഭിമുഖമായി തിരിയുന്നു. അതുകൊണ്ടാ ഇനി സമയം കളയാനില്ല. സമയം 6 ആവാൻ 10 മിനിറ്റേ ഉള്ളൂ. 1.5 മണിക്കൂർ നീളുന്ന ദൃശ്യവിസ്മയ പ്രകടനമാണ്. അത് ആരാണ് മുമ്പിലെന്ന് നമ്മൾ പറയുമ്പോഴും ഇതുപോലെ ഗജവീരന്മാർ നിരന്നു നിൽക്കുന്ന കാഴ്ച ലോകത്തൊരിടത്തുമില്ല. അതുപോലെ ഇത്തരം കുടകൾ ഗജവീരന്മാരുടെ ശിരസിലേറുന്ന കാഴ്ചയും ലോകത്തൊരിടത്തുമില്ല. അതിലേറെ മധുവേട്ട എന്തോ കൗതുകം. അത് തിരുവമ്പാടിയോ പാറമേക്കാവോ ആരാണ് പൊട്ടിക്കുക എന്ന് നമുക്കറിയില്ല. എന്തോ ഒരു വലിയ കൗതുകം ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെന്താ നിമിഷ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് തീമുകളുമായിട്ടാണ് ഓരോ വിഭാഗവും കൊണ്ടുവരാറുള്ളത്. ഹിമാലയം തീമായിട്ട് വന്നു, അതിനുശേഷം ഗീതോപദേശം വന്നു, പാർത്ഥസാരഥിയുടെ ആ ദൃശ്യങ്ങൾ തീമായി വരുന്ന കണ്ടു. കഴിഞ്ഞ തവണ ഇരട്ടയപ്പനെ കണ്ടു, മെസ്സി വന്നു അവസാനം തിരുവമ്പാടിക്ക് വേണ്ടി. ഇപ്രാവശ്യം എന്തായിരിക്കും, അയോധ്യ ഉണ്ടാകുമോ എന്നുള്ള കൗതുകം പലരും കാലത്ത് പങ്കുവച്ചു. പക്ഷേ നമുക്ക് പരിചിതമല്ലാത്ത അപരിചിതമായ ആനന്ദങ്ങളെ അനുഭവിപ്പിക്കാൻ ഇരുവിഭാഗവും തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ചടങ്ങുകൾ പൂർത്തിയാക്കി പാറമേക്കാവിൻ്റെ ആദ്യം പോയ ആനകളും തിരിച്ചെത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രതിമയെ ചുറ്റി വരുന്നുവെങ്കിലും അത് ഇരട്ട തേവരെ തൊഴുതെത്തിയ ആ സങ്കല്പമാണ്. അതുകൂടി പൂർത്തിയാക്കിയെത്തുന്നു. ഇരുവിഭാഗവും മുഖാമുഖം അണിനിരക്കുന്ന നിമിഷങ്ങൾ അത് ഇതാ സംഭവിക്കുകയാണ്. നേരത്തെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആദ്യമായി കടന്നിങ്ങ് പുറത്തു വന്ന നിമിഷം തൊട്ട് ഓരോരുത്തരും അതിൻ്റെ പൂർത്തീകരണത്തിനായി കാത്തു നിൽക്കുകയാണ്. കുടകൾ കൂടി എത്തിക്കണം. അതിനപ്പുറത്ത് ഇരുവിഭാഗത്തിനും വേണ്ട തയ്യാറെടുപ്പുകൾ കൂടി പൂർത്തിയാക്കി ആ തികവിൻ്റെ ഉത്സവത്തിലേക്ക്, ആ നിറച്ചാർത്തിലേക്ക്, ജനങ്ങളെ ത്രസിപ്പിക്കുന്ന ആ കുടമാറ്റത്തിൻ്റെ മുഹൂർത്തങ്ങളിലേക്ക് ചുവടുവെക്കുകയാണ്. വലിയൊരു ജനക്കൂട്ടം, ആ ജനസഞ്ചയം കടലല പോലെ ആവേശം ഇരമ്പുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ തെക്കേ ഗോപുരനടയിൽ കാണാനാവുന്നത്. അവിശ്വസനീയം എന്നേ പറയാനാവൂ. ഈ സായാഹ്നത്തിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരം ഒരേ മനസ്സോടെ, ഒരേ ഹൃദയമിടിപ്പോടെ, ഒരേ താളത്തോടെ, കൈകൾ ഒരേ വേഗത്തിൽ ആകാശത്തേക്ക് എറിയാൻ തയ്യാറായി. ഒരേ മനസ്സോടെ കുടമാറ്റത്തിനായി, കുടകൾ കാണാൻ, നിറങ്ങൾ കാണാൻ, പുതിയ ആനന്ദങ്ങൾ അറിയാൻ ഇതാ കാത്തു നിൽക്കുന്നു. മറ്റൊരിടത്തും ലോകത്തെങ്ങും കാണാനാവാത്ത അത്തരമൊരു കാഴ്ചയുടെ ആ അസുലഭ മുഹൂർത്തം ഇതാ ഒരിക്കൽ കൂടി തൃശ്ശൂർ, തൃശ്ശിവപേരൂർ ലോകത്തിന് സമ്മാനിക്കുകയാണ്.
കുടമാറ്റത്തിന്റെ മുഹൂർത്തങ്ങളിലേക്ക് മിനിറ്റുകളുടെ ദൂരം മാത്രം.